മമ്മൂക്ക മുരളിക്ക് കൊടുത്ത ഒരു പണിയുടെ കഥയാണ് പറയുന്നത്. മുരളിയുടെ കരിയർ മാറ്റിയ ഒരു ചിത്രമാണ് ആധാരം. ആധാരത്തിലൂടെ മുരളി സൂപ്പർ സ്റ്റാറായി മാറും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. ആധാരത്തെ തുടർന്ന് മുരളിയെ കേന്ദ്ര കഥാപാത്രമാക്കി കുറേ ചിത്രങ്ങൾ ഒരുങ്ങി. അവയെല്ലാം കമേഴ്ഷ്യലായി വലിയ വിജയം നേടി. ആർദ്രം, സുരേഷ് ഉണ്ണിത്താൻ്റെ ആർദ്രം, വിജി തമ്പിയുടെ ജനം, സത്യപ്രതിജ്ഞ എന്നിങ്ങനെ കുറേയേറെ ചിത്രങ്ങൾ. ഈ ചിത്രങ്ങളൊക്കെ ഹിറ്റുകളായി മാറിയപ്പോൾ നായകനായി മാത്രമേ താൻ അഭിനയിക്കൂ എന്ന് മുരളി ഒരു തീരുമാനം അങ്ങെടുത്തു. നായകനായി അഭിനയിക്കാനായി മുരളിയെ ഒരുപാട് നിർമ്മാതാക്കൾ സമീപിക്കുകയും ചെയ്തു. മുരളി വിചാരിച്ചു താൻ മറ്റൊരു സൂപ്പർ താരമായി മാറുമെന്ന്. അത്ര ആത്മവിശ്വാസമായിരുന്നു മുരളിക്ക് ആധാരം എന്ന ചിത്രം നൽകിയത്. വലിയൊരു ബ്രേക്ക്, കരിയറിൽ വലിയൊരു ബ്രേക്ക് തന്നെ നൽകി. പിന്നീട് അങ്ങോട്ട് കുറേ കാലം മുരളി ചിത്രങ്ങൾക്ക് ഒരു ഇനീഷ്യൽ കളക്ഷൻ ലഭിച്ചു തുടങ്ങി. ജനം പോലെ, വിജി തമ്പി ഒരുക്കിയ ജനം പോലെ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ മുരളിയെ ലാക്കാക്കി ഒരുങ്ങി. ഈ സാഹചര്യത്തിലാണ് ഭരതനും മമ്മൂട്ടിയും ചേർന്ന് പാഥേയം ഒരുക്കാൻ തീരുമാനിക്കുന്നത്. പാഥേയത്തിൽ ഒരു പ്രധാന റോളിൽ അഭിനയിക്കാൻ മുരളിയെ ഭരതൻ ക്ഷണിച്ചു. പക്ഷേ മുരളി അതിന് തയ്യാറായില്ല. താൻ നായകനായി മാത്രമേ അഭിനയിക്കുകയുള്ളൂ എന്നും മമ്മൂട്ടി നായകനായ ചിത്രത്തിൽ ഉപനായകനാകാൻ താല്പര്യമില്ലെന്നും മുരളി പച്ചയ്ക്ക് പറഞ്ഞു കളഞ്ഞു. ഈ കാര്യം മമ്മൂക്ക അറിഞ്ഞു. പാഥേയത്തിൽ മുരളിക്ക് പകരം ലാലു അലക്സ് ആ റോള് ചെയ്തു. ലാലു അലക്സിൻ്റെ അഭിനയ ജീവിതത്തിലെ വ്യത്യസ്ത കഥാപാത്രമായി അത് മാറുകയും ചെയ്തു. പാഥേയം നല്ല ചിത്രമായിരുന്നു. ലാലു അലക്സിന് പകരം മുരളിയാണ് ആ റോൾ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി മികവുറ്റതാകുമായിരുന്നു എന്നത് ഉറപ്പ്. പക്ഷേ ലാലു അലക്സിനെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു ലോട്ടറി തന്നെയായിരുന്നു. ആ വേഷം അദ്ദേഹത്തിന് കിട്ടിയ ഒരു ലോട്ടറി തന്നെയായിരുന്നു. അദ്ദേഹം അത് നന്നായി ചെയ്തു. ഒരുപാട് സെൻറ്റിമെൻറ്റ്സ് രംഗങ്ങളുണ്ട് ആ ചിത്രത്തിൽ. അച്ഛനും വളർത്തച്ഛനും തമ്മിലുള്ള സംഘർഷമാണ്. ഒരു മകളുടെ പേരിൽ അച്ഛനും വളർത്തച്ഛനും തമ്മിൽ ഉണ്ടാകുന്ന ഒരു സംഘർഷമാണ് ആ ചിത്രത്തിൻ്റെ പ്രമേയം. അത് മമ്മൂട്ടിയും ലാലു അലക്സും മനോഹരമായി ചെയ്യുകയും ചെയ്തു. മമ്മൂട്ടിയായിരുന്നു അച്ഛൻ്റെ വേഷം, ലാലു അലക്സ് വളർത്തച്ഛൻ്റെ വേഷം. എന്തായാലും ഇരുവരും തകർത്ത് അഭിനയിച്ചു പാഥേയത്തിൽ. പാഥേയം സാമ്പത്തികമായും കലാപരമായും വിജയവും നേടി. പക്ഷേ പിന്നീട് മുരളി ചിത്രങ്ങൾ തുടർച്ചയായി പൊട്ടുന്ന സിറ്റുവേഷനാണ് വന്നത്. ചകോരം പോലെ ഒരു മികച്ച ചിത്രം പോലും പരാജയപ്പെടുന്ന ഒരവസ്ഥ മുരളിക്ക് ഉണ്ടായി. നായകനായി മാത്രമേ അഭിനയിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ മുരളിക്ക് പിന്നീട് മമ്മൂട്ടിയുടെ വില്ലനായി അഭിനയിക്കേണ്ട ഗതികേട് വന്നു. ചിത്രം ദി കിങ്. പക്ഷേ ദി കിങ്ങിൽ മമ്മൂട്ടി അവതരിപ്പിച്ച ജോസഫ് അലക്സിനോടൊപ്പം തന്നെ കിടപിടിച്ചു നിന്നു മുരളി അവതരിപ്പിച്ച വില്ലൻ കഥാപാത്രം. ഒരുപാട് വിവാദവും ആ ചിത്രത്തെ പറ്റി ഉണ്ടായി. മുരളി അവതരിപ്പിച്ച വില്ലൻ കഥാപാത്രത്തിന് കെ മുരളീധരനുമായി സാദൃശ്യമുണ്ടെന്നൊക്കെയുള്ള വിവാദം ദി കിങ്ങുമായി ബന്ധപ്പെട്ട് ഉണ്ടായി. എന്തായാലും പിന്നീട് മുരളി പിടിവാശിയൊക്കെ ഉപേക്ഷിച്ചു. അദ്ദേഹം വീണ്ടും മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ ഇടികൊള്ളുന്ന വില്ലനായി മാറി. ആരാണ് മുരളിക്ക് പണി കൊടുത്തത് എന്ന ചോദ്യവും സജീവം. എന്തായാലും മമ്മൂക്കയോടൊപ്പം ഉപനായകനായി അഭിനയിക്കില്ല എന്ന് പറഞ്ഞ മുരളിക്ക് പിന്നീട് മമ്മൂട്ടി ചിത്രങ്ങളിൽ ഉപനായകനായും വില്ലനായും ഒക്കെ അഭിനയിക്കേണ്ടി വന്നു. എന്തായാലും ഈ സംഭവത്തിന് ശേഷം മമ്മൂട്ടിയും മുരളിയും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നില്ല എന്ന് പിന്നീട് മമ്മൂട്ടി തന്നെ പറഞ്ഞു. മമ്മൂട്ടി മുരളിയുടെ മകളുടെ കല്യാണത്തിലെത്തിയപ്പോഴാണ് ഇക്കാര്യം വളരെ വികാരപരമായി പറഞ്ഞത്. എന്തിനാണ് മുരളി തന്നോട് പിണങ്ങിയതെന്ന് അറിയില്ല എന്നാണ് മമ്മൂട്ടി പറഞ്ഞത്. പക്ഷേ മുരളി ഉറച്ചു വിശ്വസിച്ചത് തൻ്റെ നായക കഥാപാത്രങ്ങളെ തട്ടിക്കളഞ്ഞത് മമ്മൂട്ടിയാണ് എന്നായിരുന്നു. അത് മുരളിയുടെ ഒരു തെറ്റിദ്ധാരണയായിരുന്നോ യഥാർത്ഥ ധാരണയായിരുന്നോ എന്നറിയില്ല. എന്തായാലും പാഥേയത്തിൽ അഭിനയിക്കില്ല എന്ന് മുരളി വാശി പിടിച്ചതിന് ശേഷം മുരളിയുടെ ചിത്രങ്ങൾ തുരുതുരെ പൊട്ടുകയും മുരളിക്ക് വന്ന പ്രോജക്റ്റുകൾ ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കുടുംബ ചിത്രങ്ങളിൽ പോലും മുരളി അഭിനയിച്ച് കുതിച്ചു കയറി വന്ന കാലമായിരുന്നു അത്. പൊരുത്തം തുടങ്ങിയ കുടുംബ ചിത്രങ്ങളൊക്കെ മനോഹരമായ ചിത്രങ്ങളായിരുന്നു. പക്ഷേ ഈ പാഥേയത്തിൽ അഭിനയിക്കില്ല എന്ന് പറഞ്ഞ ശേഷം മുരളിയുടെ കരിയർ അപ്രതീക്ഷിതമായി ഇടിഞ്ഞു താന്നു. മുരളിക്ക് ഡിമാൻഡ് ചെയ്ത റോളുകളൊന്നും ലഭിച്ചില്ല. അദ്ദേഹത്തിന് അതിൽ കുറച്ച് അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു.
എന്തായാലും പിന്നീട് തമിഴിലടക്കം, തെന്നിന്ത്യയിലടക്കം, തമിഴിലും തെലുങ്കിലും അടക്കം ഒക്കെ തിളങ്ങാൻ മുരളിക്ക് പിന്നീട് സാധിച്ചു എന്നുള്ളത് ശ്രദ്ധേയം. വിജയകാന്തിൻ്റെ രാജ്യം എന്ന ചിത്രത്തിലൊക്കെ ശക്തമായ കഥാപാത്രത്തെയാണ് മുരളി അവതരിപ്പിച്ചത്. വിജയകാന്തിൻ്റെയൊക്കെ ചിത്രത്തിൽ എത്തപ്പെടുക എന്നുള്ളത് തന്നെ മുരളിയുടെ അഭിനയത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. നല്ല നടനായിരുന്നു മുരളി. 55-ാം വയസ്സിലാണ് മരണം അദ്ദേഹത്തെ തട്ടിയെടുത്തത്. മുരളിയെ അഭിമുഖം നടത്താൻ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച്. ഷട്ടിടാതെ ഇരിക്കുന്ന മുരളി അഭിമുഖം നടത്തിക്കഴിഞ്ഞ് ഫോട്ടോ എടുക്കാൻ നേരത്ത് മാത്രം ഒരു ഷർട്ടിട്ട് വന്ന മുരളി, അദ്ദേഹം നൽകിയ ചായയുടെ മാധുര്യം, ആ ചായയുടെ എന്താ പറയുക, ആ രുചി, അദ്ദേഹം ആദ്യമൊക്കെ പരുക്കൻ ഭാവമായിരുന്നു കൈക്കൊണ്ടിരുന്നത്. പിന്നീട് വളരെ ചിരിച്ചു കളിച്ച് ഇൻ്റർവ്യൂവിൽ സജീവമായി. ആരോടെങ്കിലും ജീവിതത്തിൽ നന്ദി പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആരോടും നന്ദി പറയാനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സിനിമയിലേക്ക് എത്തിയ കഥകളൊക്കെ അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ മുരളിയെ ഒരുപാട് ഉയരത്തിലേക്ക് നയിച്ചത് ലെനിൻ രാജേന്ദ്രനാണ്. അദ്ദേഹത്തിൻ്റെ മീനമാസത്തിലെ സൂര്യനിലെ അബൂബേക്കർ എന്ന കഥാപാത്രമാണ് മുരളിക്ക് ആദ്യമായി ഒരു ബ്രേക്ക് നൽകിയത്. പിന്നീട് ലെനിൻ രാജേന്ദ്രൻ്റെ ചിത്രങ്ങളിലൊക്കെ മുരളി ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചു എന്നുള്ളതും മറക്കാനാവാത്തൊരു കാര്യമാണ്. അതിനുശേഷം അദ്ദേഹം ഒരുപാട് ചിത്രങ്ങളിൽ, പുരാവൃത്തം അടക്കമുള്ള ചിത്രങ്ങളൊക്കെ മനോഹരമായ ചിത്രങ്ങളായിരുന്നു. അതിൽ മുരളിയും ഓംപുരിയും ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും മുരളി ഇന്നില്ല. മുരളിയും മമ്മൂട്ടിയും തമ്മിലുള്ള പിണക്കം മലയാള സിനിമയിലെ ചരിത്രത്തിൻ്റെ ഒരു അടഞ്ഞ അധ്യായമാണ്, ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് വേണമെങ്കിലും പറയാം. ആ പിണക്കം കാരണം മുരളിക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി എന്നാണ് മുരളി വിചാരിക്കുന്നത്. മമ്മൂട്ടി പാരവെച്ചത് കൊണ്ടാണ് തൻ്റെ ചിത്രങ്ങൾ പരാജയപ്പെട്ടതെന്നും തന്നെ തേടി നിർമ്മാതാക്കൾ എത്താത്തതെന്നും മുരളി വിശ്വസിച്ചു. മമ്മൂട്ടി ആ വിശ്വാസം മാറ്റിക്കാൻ പോയതുമില്ല. 2 താരങ്ങളുടെ പിണക്കം പിന്നീടാണ് മമ്മൂട്ടിയും തുറന്നു പറഞ്ഞത്. എന്തായാലും ഒരു കാലത്ത് മുരളി അഹങ്കരിച്ചിരുന്നു. വല്ലാത്തൊരു തലക്കനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആധാരം ഹിറ്റായപ്പോൾ, തന്നെ തേടി റോളുകൾ വന്നു തുടങ്ങിയപ്പോൾ, തന്നെ തേടി നായക വേഷങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ, ചമയം, വെങ്കലം തുടങ്ങിയ ചിത്രങ്ങളൊക്കെ വൻ ഹിറ്റായിരുന്നു. തന്നെ തേടി നായക വേഷങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ താൻ ഒരു സൂപ്പർ താരമാകുമെന്ന് മുരളിക്ക് തോന്നി. പക്ഷേ അത് സംഭവിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ പാഥേയത്തിൽ മുരളി ആ കഥാപാത്രം അവതരിപ്പിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മികച്ച സഹനടനുള്ള സംസ്ഥാന അവാർഡ് കിട്ടുമായിരുന്നു. അത്രയ്ക്ക് ശക്തമായ ഒരു കഥാപാത്രമായിരുന്നു അത്. ലാലു ലക്സിന് എന്നാൽ ആ മികച്ച സഹനടനുള്ള അവാർഡ് കിട്ടിയതുമില്ല. പക്ഷേ ലാലു ലക്സ് അത് തന്നാലാവും വിധം ഗംഭീരമായി ചെയ്യുകയും ചെയ്തു. എന്തായാലും 2 പ്രതിഭകൾ തമ്മിലുള്ള പിണക്കത്തിൻ്റെയും ഇണക്കത്തിൻ്റെയും കഥയാണ് പറഞ്ഞത്. ഇതുപോലുള്ള കഥകൾ സിനിമാ കേരളം പറയുമ്പോൾ കുറച്ചു പേർ തെറി വിളിക്കും, കുറച്ചു പേർ അഭിനന്ദിക്കും. തെറി വിളിക്കുന്നവർക്കും അഭിനന്ദിക്കുന്നവർക്കും നന്ദി.